ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡൗട്ട്സും അതിനുള്ള ഉത്തരങ്ങളും തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലുള്ള ഡൗട്ട്സ് ഒരുപാട് പേർക്ക് കാണും, പക്ഷേ അവർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അവർക്ക് കൂടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ വേഗം ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ്, ബീറ്റ HCG 582.8 ആണ്, വാല്യൂ ഓക്കെ ആണോ? അപ്പോൾ വാല്യൂ ഓക്കെ ആണ്, പ്രഗ്നന്റ് ആണ്, കോൺഗ്രാറ്റ്സ്. അപ്പോൾ എത്രയും വേഗം തന്നെ ഡോക്ടറെ കാണിക്കുക. അടുത്ത ചോദ്യമാണ്, ഡേ 3 ആണെങ്കിൽ 2 എംബ്രിയോയിൽ കൂടുതൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യണോ? അപ്പോൾ ഡേ 3 ആണെങ്കിലും ഡേ 5 ആണെങ്കിലും 2 എംബ്രിയോയിൽ കൂടുതൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് യാതൊരു കമ്പൽസറിയും അല്ല. 2 എംബ്രിയോസിൽ കുറവ് ട്രാൻസ്ഫർ ചെയ്താലും യാതൊരു പ്രോബ്ലവും ഇല്ല. എത്ര എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് പേഷ്യൻസും ഡോക്ടറും കമ്പൈൻ ചെയ്തിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. അടുത്ത ചോദ്യമാണ്, ഹായ് മാം, പീരിയഡ്സ് ഡേറ്റ് ആയിട്ടും ഓവുലേഷൻ ഡിസ്ചാർജ് പോലുള്ള വജൈനൽ ഡിസ്ചാർജ് ആണ് വരുന്നത്, ഞാൻ പ്രഗ്നന്റ് ആണോ മാം? അപ്പോൾ വജൈനൽ ഡിസ്ചാർജ് മാത്രം വെച്ചിട്ട് നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റില്ല. ഒന്ന് ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ബീറ്റ HCG ടെസ്റ്റിന്റെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് പ്രഗ്നൻസി ആണോ എന്ന് കൺഫേം ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യമാണ്, ഹായ് മാം, എനിക്ക് മാർച്ച് 24 മെൻസസ് ആയി, മെയ് 12 ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് ആണ്, ബീറ്റ HCG 8413. ഇത് നോർമൽ ആണോ? അപ്പോൾ നോർമൽ ആണ്, ഒരു സോണോഗ്രഫി ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് എത്രയും വേഗം തന്നെ ഡോക്ടറെ കാണിക്കുക. അടുത്ത ചോദ്യമാണ്, ഹായ് ചേച്ചി, എനിക്ക് മാർച്ച് 20 ലാസ്റ്റ് പീരീഡ്സ് ആയി, മെയ് 16 ഫസ്റ്റ് HCG ടെസ്റ്റ് ചെയ്തപ്പോൾ 8.6 ആയിരുന്നു, മെയ് 23 സെക്കൻഡ് പ്രാവശ്യം HCG ടെസ്റ്റ് ചെയ്തപ്പോൾ 1.64 കാണിക്കുന്നു. ഇത് പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്, ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കപ്പ് നടത്താനായിട്ട്. അടുത്ത ചോദ്യമാണ്, സബ് കൊറിയോണിക് കളക്ഷൻ ഇൻ യൂട്രസ് വീഡിയോ ചെയ്യാമോ? അപ്പോൾ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, Q&A വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യമാണ്, ചേച്ചി എനിക്ക് 87th മെയിൻ ആയിരുന്നു, ഞാൻ 19th മെയ് HCG ടെസ്റ്റ് ചെയ്തപ്പോൾ 1187, നെക്സ്റ്റ് ബീറ്റ HCG ടെസ്റ്റ് ചെയ്തപ്പോൾ 4827. ഇത് നോർമൽ ആണോ വാല്യൂ? അപ്പോൾ നോർമൽ ആണ്, പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല, കോൺഗ്രാറ്റ്സ്. അടുത്ത ചോദ്യമാണ്, ഹായ് ഡിയർ, എനിക്ക് ഫസ്റ്റ് സ്കാൻ കഴിഞ്ഞു, അതിൽ 2 സാക് ആൻഡ് 2 എംബ്രിയോ വിഷ്വലൈസ്ഡ് ആൻഡ് കാർഡിയാക് പൾസേഷൻ നോട്ടഡ് ഇൻ ബോത്ത് എന്നാണ്. ഇത് നോർമൽ ആണോ? അപ്പോൾ നോർമൽ ആണ്, കോൺഗ്രാറ്റ്സ്, ട്വിൻസ് ആണ്, പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല, ഒരു പ്രോബ്ലവും ഇല്ല. അടുത്ത ചോദ്യമാണ്, ഹായ് മാം, എൻ്റെ ബീറ്റ HCG ടെസ്റ്റ് ആക്കിയപ്പോൾ റിസൾട്ട് 16,160 ആണ്, റെഫറൻസ് റേഞ്ച് ആൻഡ് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എങ്ങനെ അറിയും? അപ്പോൾ 16,160 ആണ് എങ്കിൽ പോസിറ്റീവ് ആണ്, നല്ല വാല്യൂ ആണ്, കോൺഗ്രാറ്റ്സ്. ഇനി അത് വാല്യൂ 16.160 ആണ് എങ്കിലും പോസിറ്റീവ് ആണ്. അപ്പോൾ ഒന്നുകൂടെ ബീറ്റ HCG ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. ഈ കമന്റിൽ വാല്യൂ എത്ര ആണെന്ന് ക്ലിയർ ആയിട്ടില്ല, 16.160 ആണോ 16,160 ആണോ എന്ന് മനസ്സിലാകുന്നില്ല, ക്ലിയർ ആകുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്നുകൂടെ വാല്യൂ കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യമാണ്, ഹായ് മാം, ഇന്നലെ ഫസ്റ്റ് സ്കാനിങ് ആയിരുന്നു, 5 വീക്സ് പ്ലസ് 5 ഡേയ്സ് ആയി, ജസ്റ്റേഷണൽ സാക്, ക്യൂക്ക് സാക് പ്രസന്റ്, സ്മോൾ ഫീറ്റൽ പോൾ പ്രസന്റ്, ഹാർട്ട് ബീറ്റ് ഒന്നും പറഞ്ഞില്ല, നെക്സ്റ്റ് വീക്ക് ഒരു സ്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്രോബ്ലം ഉണ്ടോ? അപ്പോൾ പ്രോബ്ലം ഒന്നും തന്നെ കാണാൻ വഴിയില്ല, നെക്സ്റ്റ് വീക്കിലെ സ്കാനിങ്ങിൽ എല്ലാം തന്നെ ക്ലിയർ ആകും, ഹാർട്ട് ബീറ്റും വിഷ്വലൈസ്ഡ് ആകും. അടുത്ത ചോദ്യമാണ്, ചേച്ചി ഫസ്റ്റ് സ്കാനിങ്ങിന് മുമ്പ് സ്മോൾ ബ്ലീഡിംഗ് വന്നു, അപ്പോൾ പോയി സ്കാൻ ചെയ്തപ്പോൾ ബേബി ഓക്കെ ആണ്, IVF-ൽ ബ്ലീഡിംഗ് കാണുമെന്ന് ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ചും കൂടി ബ്ലഡ് പോകാൻ ഉണ്ടായിരുന്നു, ഇന്നലെ നൈറ്റ് വീണ്ടും കുറച്ച് ബ്ലീഡിംഗ് വന്നു, ഇത് പ്രോബ്ലം വല്ലതും ഉണ്ടോ? അപ്പോൾ പ്രോബ്ലം ഒന്നും തന്നെ കാണില്ല, പക്ഷേ ഇനിയും നിങ്ങൾക്ക് ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കണം, എത്രയും വേഗം തന്നെ ഡോക്ടറെ അറിയിക്കണം, എമർജൻസി ആയിട്ട് കഴിക്കേണ്ട മെഡിസിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മെഡിസിൻസ് എന്തായാലും എടുക്കണം. അടുത്ത ചോദ്യമാണ്, ഗ്രേഡ് 1 ഗ്രേഡ് 2 ആണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്, only 2 എംബ്രിയോ, സക്സസ് റേറ്റ് എങ്ങനെയാ? അപ്പോൾ സക്സസ് റേറ്റ് ഉണ്ട്, അപ്പോൾ അതോർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ല, ഹാപ്പി ആയിട്ട് കൂളായിട്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി എംബ്രിയോ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മനസ്സിലാകും. അടുത്ത ചോദ്യമാണ്, HCG 8.6 നെഗറ്റീവ് ഓർ പോസിറ്റീവ്? അപ്പോൾ IVF ആണോ നോർമൽ ആണോ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. എന്താണെങ്കിലും IVF ആണെങ്കിലും നോർമൽ ആണ് എങ്കിലും വാല്യൂ വളരെ വളരെ ലോ ആണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ HCG ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക,
വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആകാനാണ് ചാൻസ്, ഇനിയും വാല്യൂ കുറഞ്ഞു പോകുകയാണെങ്കിൽ നെഗറ്റീവ് ആകാനാണ് ചാൻസ്. വാല്യൂ പക്ഷെ വളരെ വളരെ ലോ ആണ്. അടുത്ത ചോദ്യമാണ് HCG 7.01 ആണ് ചാൻസ് ഉണ്ട്. അപ്പോൾ ചാൻസ് വളരെ വളരെ കുറവാണ്, കാരണം HCG വാല്യൂ വളരെ ലോ ആണ്. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അതുപോലെ തന്നെ പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുത്ത് അതിനകത്തോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എന്തായാലും അവിടെയും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അടുത്ത ചോദ്യമാണ്, എനിക്ക് FET ചെയ്യാൻ തയ്യാറായി വരികയായിരുന്നു. എൻഡോമെട്രിയം 7.1 ഉണ്ടായിരുന്നു, വീണ്ടും ഇന്ന് നോക്കിയപ്പോൾ 5.9 ആയി കുറഞ്ഞു. അതെന്താണ് അങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ചിലവർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്, അത് നോർമലാണ്, പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അടുത്ത മാസം നോക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് പീരീഡ്സ് ആകാൻ മരുന്ന് തന്നു. അപ്പോൾ അത് തന്നെയാണ് നല്ലത്, കാരണം എൻഡോമെട്രിയൽ തിക്നെസ് കറക്റ്റ് ആകാതെ നമ്മൾ FET ചെയ്ത് കഴിഞ്ഞാൽ IVF സക്സസ് ആകില്ല. അപ്പോൾ എൻഡോമെട്രിയൽ തിക്നെസ് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം FET ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ IVF സക്സസ് റേറ്റിന് നല്ലത്. എൻഡോമെട്രിയൽ തിക്നെസ് കറക്റ്റ് ആക്കാനായിട്ടുള്ള ടിപ്സ് എല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് കറക്റ്റായിട്ട് എങ്ങനെയാണ് എൻഡോമെട്രിയൽ തിക്നെസ് കറക്റ്റ് ആക്കുന്നത് എന്നുള്ള വീഡിയോ കഴിഞ്ഞ Q&Aയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2022 എനിക്കൊരു IVF ചെയ്തിരുന്നു, അതിൽ പോസിറ്റീവായി, പക്ഷേ ഹാർട്ട് ബീറ്റ് ഇല്ലാഞ്ഞിട്ട് അബോർഷൻ ചെയ്തു. അപ്പോൾ ഇനിയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതോർത്തും ടെൻഷൻ ആകേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും ഡൗട്ട്സ് ആണ് തിരഞ്ഞെടുത്ത ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സിനും ഉള്ള ഉത്തരം എന്തായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം താഴെ കമന്റ് ചെയ്തിടുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.